എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഏകദേശം നിങ്ങൾക്ക് അറിയുന്ന പോലെ എൻ്റെ ഈ ചാനൽ തുടങ്ങിയത് ഏകദേശം ഒരു 1.5 വർഷം മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് പല പല സാഹചര്യങ്ങളായാലും ഇങ്ങനെ 1-2 പ്രാവശ്യം ഇങ്ങനെ സ്റ്റോപ്പായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടാത്തതെന്ന്. നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ ഓഫീസിലൊക്കെ കാര്യം നമുക്കിങ്ങനെ ഹാഫ് ഇയർലി ക്ലോസിങ്, ഇയർലി ക്ലോസിങ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഫുൾ തിരക്കായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് വീട്ടിലത്തെ കാര്യങ്ങളും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പം നമുക്കിങ്ങനെ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടി ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് വീഡിയോ ചെയ്യാത്തത്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നവരെ NRI ഫ്രം ജംഗിൾ എന്നാണ്. ആ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയാലോ എന്നൊരാലോചന. അതുപോലെ മൂന്നാമതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്ര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ചെയ്ത് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു, ലൈക്ക്, വ്യൂവേഴ്ഷിപ്പ് എല്ലാം പോകുന്നു നല്ല രീതിയിൽ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു 15-20 കൺട്രീസ് നമുക്ക് വ്യൂവേഴ്സ് വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ സ്റ്റോപ്പായപ്പം ഇപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കയറി നോക്കലില്ല. കാരണം ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം ചെക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കണ്ടൻറ്റ് ഒന്നും മാറ്റില്ല. ഇത്ര നാൾ ഞാൻ തട്ടിക്കൂട്ട് കണ്ടൻറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണ്ടേ എന്നുള്ള രീതിയിലൊക്കെ ഇരുന്ന് ഞാൻ ചില പ്രാവശ്യം ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് കുറച്ച് വർത്ത് ആയിട്ടുള്ള, അതായത് കേൾക്കുന്നവർക്ക് കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റുകളെ കുറിച്ച് സംസാരിക്കാൻ ഉള്ള ഒരു പ്ലാനിലാണ്. അതേപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയുന്നു. ഇപ്പോൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരു പോഡ്കാസ്റ്റ് മോഡലിൽ എന്നോടൊപ്പം ഇരുന്ന് ഒരു ചർച്ച പോലെ നമുക്ക് യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പറയാവുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് അതനുസരിച്ചിട്ട് വീഡിയോ ചെയ്യാം. പിന്നെ പ്രസൻറ്റേഷൻ സ്റ്റൈല് കുറച്ച് മാറ്റിയാലോ എന്ന് ആലോചിക്കുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ചാനൽ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തത്? യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഓരോരോ ആഗ്രഹം ഉണ്ടാവുള്ളൂ. എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളുള്ള ആളൊന്നുമല്ല. ചെറിയ ആഗ്രഹങ്ങൾ, ആകപ്പാടുള്ളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുക, മറ്റുള്ളവർക്ക് ചെറിയ രീതിയെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ അങ്ങനെ ഉപകാരപ്പെടണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സ്പെൻഡിങ് എന്താണ്? എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് 2 സാധനങ്ങളാണ്. ഒന്ന് ക്യാമറ, പിന്നെ ഒന്ന് ലാപ്ടോപ്പ്. ക്യാമറയിൽ എടുത്തിട്ട് ലാപ്ടോപ്പിലിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, മൊബൈലല്ല. അപ്പം കാണിച്ചു തരാവേ. അതായത് ഗോപ്രോ 13 ബ്ലാക്ക് ആണ് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ. അപ്പോൾ ഈ ക്യാമറയ്ക്ക് ഏകദേശം ഒരു 2500 ദിർഹംസ് ചിലവ് വന്നിട്ടുണ്ട്. അത് ഒരു ചിലവ്. അടുത്തതായിട്ട് HP-ൻ്റെ വിറ്റലിൻ്റെ ഒരു ലാപ്ടോപ്പ്. ഇപ്പോൾ HP-ൻ്റെ വിറ്റലിൻ്റെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവി ഡ്യൂട്ടി ലാപ്ടോപ്പാണ്. കാരണം ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാവിഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നോർമൽ ലാപ്ടോപ്പുകളിൽ അത് വർക്കാവില്ല. അപ്പോൾ കുറച്ച് ഹെവി ഡ്യൂട്ടി ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ലാപ്ടോപ്പ് എടുത്തു. അപ്പോൾ ഈ ലാപ്ടോപ്പിന് ഏകദേശം 3500 രൂപ, ക്യാമറയ്ക്ക് ഏകദേശം 2500. അപ്പോൾ എല്ലാം കൂടെ അപ്പോൾ ഒരു 6000 ദിർഹം എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഓൾ അബൌട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഞാനും കുറച്ച് കുറച്ച് വർത്തി ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ വീഡിയോസ് ചെയ്യുന്നതാണ്.